വെൽക്കം ടു ബേസ് ലോസ്. ബേസ് ലോസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 4 ആൻഡ് 11 ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് എടുക്കുക, ആൻഡ് നിങ്ങളുടെ സജഷൻസ് കമന്റ് ആയിട്ട് ഇടുക. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 4 ആണ്, ദാറ്റ് ഈസ് പണിഷ്മെന്റ്. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ അണ്ടറിലുള്ള ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് എന്താണെന്നാണ് ഈ സെക്ഷനിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ക്ലോസ്, അതായത് ക്ലോസ് എയിൽ പറയുന്നത് ഡെത്ത് സെന്റൻസ് ആണ്. അതായത് നമുക്കറിയാം വധശിക്ഷ എന്താണെന്നുള്ളതാണ് ഈ ഒരു ക്ലോസിൽ ഫസ്റ്റ് പണിഷ്മെന്റ് ആയിട്ട് പറയുന്നത്. ക്ലോസ് ബിയിൽ പറയുന്നത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, അതായത് ജീവപര്യന്തം ശിക്ഷ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് ആണ്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ക്ലോസ് 1 പറയുന്നത് റിഗ്രസ് ഇംപ്രിസൺമെന്റ് ആണ്, അതായത് വിത്ത് ഹാർഡ് ലേബർ, കഠിനമായ ശിക്ഷയാണ് വിത്ത് ഹാർഡ് ലേബർ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിമ്പിൾ ഇംപ്രിസൺമെന്റ്, സാധാരണ ഒരു ഇംപ്രിസൺമെന്റ് ആണ് സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ദ പ്രോപ്പർട്ടി. നമുക്കറിയാം ഒരു കുറ്റവാളിയുടെ പ്രോപ്പർട്ടി കോടതി കണ്ടുകെട്ടുന്നതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അനദർ കൈൻഡ് ഓഫ് പണിഷ്മെന്റ് ഈസ് ഫൈൻ. ഫൈൻ എന്താണെന്ന് നമുക്കറിയാം, ആ ഒരു സെയിം മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ലാസ്റ്റ് പണിഷ്മെന്റ് ഈസ് കമ്മ്യൂണിറ്റി സർവീസ്. നമുക്കറിയാം സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആയിട്ട് BNS കൺസിഡർ ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ, അതായത് IPC ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സിൽ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പുതിയ നിയമത്തിലാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പണിഷ്മെന്റ് ആയിട്ട് ആഡ് ഓൺ ചെയ്തേക്കുന്നത്. സോ ഇത്രയാണ് ഓൾ അബൌട്ട് ദ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ ഈസ് സെക്ഷൻ 11, ദാറ്റ് ഈസ് സോൾട്ടറി കൺഫൈൻമെന്റ്. സോൾട്ടറി കൺഫൈൻമെന്റ് സിംപ്ലി മീൻസ് ഏകാന്ത തടവ്, ഏകാന്ത തടങ്കൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സെക്ഷൻ പ്രകാരം നമ്മുടെ സംഹിതയുടെ അണ്ടറിൽ ഒരു കോടതി ഒരു ആളെ സിംപ്ലി ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ റിഗ്രസ് ഇംപ്രിസൺമെന്റോ ഒക്കെ ആയിട്ട് പണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പണിഷ്മെന്റ് അനുഭവിക്കുന്ന ആൾക്കാരുടെ സോൾട്ടറി കൺഫൈൻമെന്റ് എങ്ങനെയായിരിക്കണം, എത്ര കാലാവധി വരെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ടും പറയുന്നത്. സോ ഈ ഒരു സെക്ഷൻ പ്രകാരം ഒരു ഇംപ്രിസൺമെന്റിന്റെ പോർഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ടൈമിലായിരിക്കണം സോൾട്ടറി കൺഫൈൻമെന്റ് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ആ ഒരു ഇംപ്രിസൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടല്ല ഒരാളെ സോൾട്ടറി കൺഫൈൻമെന്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സോൾട്ടറി കൺഫൈൻമെന്റിന്റെ മാക്സിമം പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് 3 മാസം വരെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സോ ഒരു കോടതി ഒരു വ്യക്തിനെ എത്ര നാളത്തേക്കാണോ പണിഷ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് അയാളുടെ സോൾട്ടറി കൺഫൈൻമെന്റിൽ മാറ്റം വരികയും ചെയ്യും. അതെന്തൊക്കെയാണ്, ഏതൊരു പീരീഡ് ഓഫ് ടൈമിൽ ഏതൊക്കെ മാസം വരെയാണ് അല്ലെങ്കിൽ എത്ര പീരീഡ് ഓഫ് ടൈം വരെയാണ് ഈ ഒരു സോൾട്ടറി കൺഫൈൻമെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സബ് ക്ലോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലോസ് എയിൽ പറയുന്നത് 6 മാസത്തിന് താഴെ വരെയുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് 6 മാസത്തിൽ താഴെയുള്ള ഒരു സിമ്പിൾ ഇംപ്രിസൺമെന്റ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ സോൾട്ടറി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് 1 മാസത്തിൽ കൂടാൻ പാടില്ല എന്നാണ് ക്ലോസ് എയിൽ പറയുന്നത്. ക്ലോസ് ബിയിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിൽ കൂടുതലോ 1 വർഷത്തിന് താഴെ വരെയുള്ള ഇംപ്രിസൺമെന്റ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ സോൾട്ടറി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് 2 മാസത്തിൽ കൂടാൻ പാടില്ല. ക്ലോസ് സിയിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ സോൾട്ടറി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് 3 മാസത്തിൽ കൂടാനും പാടില്ല. മാക്സിമം പീരീഡ് ഓഫ് കൺഫൈൻമെന്റ് അല്ലെങ്കിൽ സോൾട്ടറി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷനിൽ പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട് 3 മാസം വരെ ആണെന്നുള്ളത്. അതിനിപ്പോ അയാളുടെ ഇംപ്രിസൺമെന്റ് 1 വർഷത്തിന് മേലെ എത്രയോ വർഷങ്ങൾ ആയാലും അയാളുടെ സോൾട്ടറി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് അപ് ടു 3 months ആണ്. 3 monthsൽ കൂടാൻ പാടില്ല എന്നാണ് ഈ ഒരു സെക്ഷനിൽ എടുത്തു പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ 11 പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.